എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് മലക്കപ്പാറയിലാണ്. മലക്കപ്പാറയിലെ പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു ഹോട്ടലാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. അത് കാണിക്കാനാണ് ഈ വീഡിയോ. റോഡ് സൈഡ് ഹോം സ്റ്റേ ആണ്, റോഡ് ഹൗസ് അതിൻ്റെ പേര്. ഈ ഹോം സ്റ്റേയുടെ എന്ന് വെച്ചാൽ റോഡ് ഹൗസ് എന്നാണ് ഇതിൻ്റെ പേര്. മലക്കപ്പാറ ചെറിയ റൂമാണ്. ഡെയിലി 1000 രൂപയേ ഉള്ളൂ. പക്ഷെ നല്ല സൗകര്യമുണ്ട്. ടി വി മറ്റെല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. ചൂടുവെള്ളം അടക്കമുണ്ട് ഇവിടെ. പിന്നെ മഴക്കാലത്തൊക്കെ വന്ന കിട്ടില്ലൻ കാഴ്ചകൾ. അതിൻ്റെ അടുത്ത് തന്നെ ടീ എസ്റ്റേറ്റ്സ് ഉണ്ട്, നമുക്ക് ചുറ്റിക്കറങ്ങാം. ഷോലാർ ഡാമുണ്ട്. അതുപോലെ വാൽപ്പാറ 28 കിലോമീറ്റേഴ്സാണ്. അപ്പോൾ എല്ലാം കാണാം. കേരളത്തിലെ വാൽപ്പാറയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് മലക്കപ്പാറ. കേരള ചെക്ക് പോസ്റ്റിൻ്റെ അടുത്താണ്, ബോർഡറിലാണ്. അപ്പോൾ ഇവിടുത്തെ മനോഹര കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇവിടെ നിറച്ചും തേയില എസ്റ്റേറ്റും പിന്നെ മൃഗങ്ങളുമൊക്കെ. പിന്നെ ഇതിനടുത്ത് ഷോലാർ ഡാം, പിന്നെ വാൽപ്പാറ, അങ്ങനത്തെ കുറേ സ്ഥലങ്ങളുള്ള ഇതിനടുത്തുള്ളത്. ഇത് കൃഷിക്ക് പ്രധാനപ്പെട്ട ഒരു ഗ്രാമമാണ്. തേയിലയാണ് നമുക്ക് എവിടെയും കാണാൻ സാധിക്കുക. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇത് ഭംഗിയുള്ള കാഴ്ചയാണ്. ഇവിടെ തേയിലത്തോട്ടാണ്. എങ്ങും നമുക്ക് ഈ തേയിലത്തോട്ടങ്ങളാണ് കാണാം. കോടമഞ്ഞും മഴയും ഒക്കെ ഉള്ളതാണ്. ഇത് നവംബർ മാസമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊരു കാലാവസ്ഥ. അല്ലെങ്കിൽ ഇത് ഇവിടെ എപ്പോഴും മഴയും കോടമഞ്ഞും ആയിരിക്കും. കോടമഞ്ഞ് പാസ് ചെയ്യുന്ന കാഴ്ചയാണ്. എന്താ കാഴ്ച! നമ്മുടെ മലക്കപ്പാറയിലെ കാഴ്ചകൾ അതിഗംഭീരമാണ്. ഇങ്ങനെ കോടമഞ്ഞിടിച്ച് കയറുക. ഇപ്പോൾ കോടമഞ്ഞ് കംപ്ലീറ്റ് നിറഞ്ഞിരിക്കുകയാണ്. ഇതേവരെ വെയിലായിരുന്നു. കീരിയ എന്തോ ആണ്. കാട്ടുപൂച്ചയോ എന്തോ.
മലക്കപ്പാറ രാത്രികാല കാഴ്ചകളാണ് ഗൈസ്. ഓ കണ്ട, കോടമഞ്ഞ് ഇങ്ങനെ ഇങ്ങോട്ട് കയറി വരിക ക്യാമറയുടെ നേരെ. അതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എൻ്റെ ഒരു ലൈറ്റിൽ. ഇപ്പം ലൈറ്റ് ഇല്ലാത്തപ്പോൾ കണ്ട ഒന്നും കാണുന്നില്ല. ലൈറ്റുള്ളപ്പോൾ കോടമഞ്ഞ് എങ്ങനെ കയറി വരുന്നു എന്ന് കാണാം. ഇതാണ് നമ്മൾ സാധാരണഗതിയിൽ മലക്കപ്പാറയിലെ കാഴ്ചകൾ. എപ്പോഴും കോടമഞ്ഞുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വൈബ് ഇഷ്ടമാണെങ്കിൽ ഇവിടെ വരുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ വാൽപ്പാറ സ്റ്റേ ചെയ്യുന്നത്. ഈ രണ്ട് സ്ഥലങ്ങളും എപ്പോഴും ഈ മഞ്ഞും അതിൻ്റെ ഒരു വൈബിലാണ്. ഇതാണ് മലക്കപ്പാറ. അപ്പോൾ ഇന്നത്തെ യാത്ര മലക്കപ്പാറയിൽ നിന്ന് വാൽപ്പാറ വരെയാണ്. കോടമഞ്ഞൊക്കെ നിറഞ്ഞിട്ടുള്ള ഇതാണ്. രാവിലത്തെ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ യാത്ര പുറപ്പെടുകയാണ് വാൽപ്പാറയിലേക്ക്. രാവിലത്തെ ഭക്ഷണം